ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതേ നമ്മൾ കാലത്ത് ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നൊക്കെയാണ്. കുറേ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ സൈഡ് ഏരിയ. പുറത്തത്തെ ഭാഗം അല്ലേ. ചെറിയ ഗ്ലാസ്സാണ് സംഭവം. അടിപൊളി ചായയാണ്. ചെറിയ ഗ്ലാസ് ആണെങ്കിലും ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ഗ്ലാസ്സിലെ കിട്ടുക ചായ. എന്തായാലും അടിപൊളിയാണ്. ബാക്കി വിശേഷമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം കടലക്കറി. ഇത് ഉച്ചത്തേക്കുള്ള മീൻ കറിയാണ്. അടുത്ത നൂലപ്പം ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളിത് ഇപ്പോൾ മുംബൈയിൽ നിന്ന് നമ്മൾ വണ്ടി തിരിക്കാണ്. നേരെ ഓടിക്കുക വെച്ചാൽ സൂറത്ത്, ഗുജറാത്ത്. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗുജറാത്താണ്. അപ്പോൾ വണ്ടിയിൽ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിന് കിട്ടിയ പൂവാണിത്. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് സൂറത്ത് എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. റോഡ് സൈഡിലെ വ്യൂസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റ്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം അടിപൊളി സ്ഥലമായിരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ ഫ്ലൈറ്റ് കാണാനൊക്കെ പോകാൻ നല്ലൊരു സീനുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം പോകുന്നതായി കാണാം. ഓക്കെ, നമ്മൾ ബോംബെയിൽ നിന്ന് തിരിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഗുജറാത്താണ് ഇനി അടുത്ത ലൊക്കേഷൻ. ഞങ്ങളൊരു 5 മണിക്കൂർ 45 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റോട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. റോട്ടിൽ വരുന്ന വിവിധ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടുന്ന നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു. ഹലോ, ഞങ്ങളിപ്പോ അന്തേരി ബൈപ്പാസ് റോഡ് കണക്ട് ചെയ്തിട്ടുള്ള എയർപോർട്ട് സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഘാട്ട്കോപ്പർ ഈ ഭാഗത്ത് ഈ ഹൈവേ 46 ഇതാണ് ഏറ്റവും റഷ് കൂടിയ ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്റർനാഷണൽ ഹൈവേ ആണത്. കാരണം കേരളത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ കടന്നുപോയി ബോംബെയിൽ നിന്ന് നമ്മൾ ഗുജറാത്തിലേക്ക് പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഹൈവേ. നല്ല റഷാണ് അതിൽ. ഫുൾ ടൈം ഇവിടുന്ന് നല്ല റഷ്. മെട്രോന്റെ ഒരു ഹബ്ബാണ്. അതുപോലെ തൊട്ടടുത്ത എയർപോർട്ടൊന്നുമല്ല. അപ്പോ ഞങ്ങള് ബോർവില് കഴിഞ്ഞു കേട്ടോ. ബോംബെയുടെ അതിർത്തിയിലേക്ക് എത്താൻ പോകണം. മഹാരാഷ്ട്ര കഴിയാനായിട്ടില്ല. മഹാരാഷ്ട്ര ടൗണ് കഴിഞ്ഞു. കാണുന്നതാണ് നമ്മളൊരു ബ്രിഡ്ജ് കിടക്കുവാണ്. ഇവിടെ ഒരു പുഴയും തടാകാണത്. ബോട്ട്, വഞ്ചി, കപ്പലുകള് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. എല്ലാവരും മീൻസ് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതാണ് നമ്മുടെ ബോട്ടുകളിലെന്തോ സംഭവമാണ് പണിയുന്നത് കേട്ടോ. ഇവിടെ പോർട്ട് എന്തോ സാധനമാണ്. എന്തൊക്കെയോ പണിയുണ്ട് കാര്യമായിട്ട്. ഇവിടെ ട്രക്കിന്റെ ലേവർ എന്തോ സംഭവം ഉണ്ട്. നല്ല രീതിക്ക് ഇവിടെ ഉണ്ടോ പോർട്ടാണ് കൊണ്ട് സംഭവം. കുറെ പരിന്തുകള് ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ മീനിനെ ചൂണ്ടിണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ഉണ്ടോ മാറ്റത്തൊക്കെയാണ് പോർട്ട്. ഇതൊരു വാട്ടർ തീം പാർക്കാട്ടോ. ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ രീതിയിലുള്ള വാട്ടർ തീം പാർക്ക് കുറെ ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെയാണ് ഇപ്പൊ കാണുന്നത്. മൂന്നെണ്ണം ഇപ്പൊ കണ്ടു അടുത്തടുത്തായിട്ട്. ഒത്ത് കാണുന്ന സിറ്റി പോലെ കണ്ടോ. അതാണ് നമ്മുടെ മുംബൈ, ബോംബെ സിറ്റിയാണ്. നമ്മളിപ്പോ അവിടെ നിന്ന് പോകുന്നു. കുറച്ചേരായി നല്ല സൂറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എന്തോ കരിങ്കല്ലിന്റെ എന്തോ സംഭവം ഫാക്ടറി.
ടോണിലെത്തിട്ടാ. അപ്പൊ നമ്മളിവിടുന്ന് ഒരു നല്ലൊരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഫാനാണ് ഇപ്പോ ഇത്. ബൽസാരി എന്നാണ്. ബൽസാരി അല്ല, ബൽസാരി ബാദ്മേന ആയക ഈ അച്ചാട്ടിലാണ് ഇവിടെ. ഇവിടുത്തെ ഒരു സെയിൽസ് ആണ് കാണിക്കുന്നത് കള്ളിന്റെ. ഇത് ഈന്തപ്പന കള്ളാണ്. ഈന്തപ്പന കള്ള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ അടിപൊളി കള്ളപ്പം ഉണ്ടാക്കാം. ഞങ്ങളിപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ ഇട്ടുതരാം. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലുള്ള ബോർഡറിലെത്തിയിട്ട്. ബൈ. ഗുഡ് മോർണിംഗ്. ബൈ ബൈ. ബോർഡർ ആവാറായി. ഓൾമോസ്റ്റ് ഇനിയിപ്പോ ഒരു തികച്ചൊരു കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ ബോർഡറിലേക്ക്. നമ്മൾ വൈകാണ്ട ബോർഡർ ക്രോസ് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇനി ഗുജറാത്ത് ആവും നമ്മുടെ അടുത്ത സ്റ്റേറ്റ് വരുന്നത്. നമുക്ക് അവിടെ കാണാം ബാക്കി. ഗുജറാത്തിക്കാരനുണ്ടാവില്ല. അതൊക്കെ പോയപ്പോ അപ്പൊ നമ്മളിപ്പോ ഗുജറാത്ത് ബോർഡർ ഓൾമോസ്റ്റ് ഏകദേശം എത്താറായി എന്ന് പറയാം. നമുക്ക് എത്തി തൊട്ടപ്പുറത്തെ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഒരു പെട്രോൾ പമ്പാണ്. ഇതൊരു പെട്രോൾ പമ്പാണ്. നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു പമ്പൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നമ്മൾ നിർത്തി. നല്ല ചോറ്, മീൻകറി, മാന്തൾ വറുത്തത്, പിന്നെ തൈര്, പിന്നെ അതേപോലെ തന്നെ കുട്ടൻ. ഇത്ര അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് കാണാം. അപ്പൊ ഗായ്സ് നമ്മളിത് ഗുജറാത്ത് എത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് നമ്മളിത് എത്തി. ഇവിടെ കുറെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡ് തന്നെ നമ്മുടെ രണ്ട് സൈഡ് ഫാക്ടറീസ് ഒക്കെയാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഉണ്ടോ? ഇതോടെ ഫുള്ള് മാങ്ങ ഉണ്ടോ? ഫുള്ള് മാങ്ങയാണ് ഇവിടെ കാണുന്നത്. ഫുൾ ഓഫ് മാംഗോസ്. നമുക്ക് ഇവിടെ നിന്ന് സൂറത്തിലേക്ക് 51 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടത്തെ കണ്ട ഒരു കാഴ്ച ഏതോ പാലസ്. ഉദയ് പാലസ്. ഉദയ് പാലസ്. ഹലോ, നമ്മളിപ്പോ സൂറത്തെത്താനായിട്ട് വളരെ 20 കിലോമീറ്റർ ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ മെസ്സേജ് എന്റെ ഈ വീഡിയോ നിങ്ങൾ സൂര്യനെ നോക്കിയാൽ സൂര്യൻ എവിടെ നിൽക്കണേന്ന്. നമ്മുടെ നാട്ടില് ഇങ്ങനെ സൂര്യൻ നിൽക്കുക എത്ര മണിക്കാന്നറിയോ? ഒരു 5 മണി നേരത്ത്. ഇപ്പൊ ഇവിടെ സമയം 6:15 കഴിഞ്ഞു. 6:20 നമ്മളെവിടെയെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഞങ്ങൾ എല്ലാ സമയവും ഈ ഗുജറാത്തിൽ വരുമ്പോ വളരെ ലേറ്റ് ആയിട്ട് ഇരുട്ടാവും, നേരത്തെ വെളിച്ചാവും. എന്നുവെച്ചാല് 5 മണിയാകുമ്പോഴേക്കും ഇവിടെ നല്ല സൂര്യ ഉദിച്ചിട്ടുണ്ടാവും. അത് ഈ സമയത്ത് മാത്രം പ്രത്യേകതയാണെന്ന് അറിയില്ല. കാരണം മിക്കവാറും ഞങ്ങൾ ഈ സമയത്താണ് ഇവിടെ വരാറ്. അപ്പോ അതാണ് ഇപ്പൊ പറയാനുള്ളത്. ഗുജറാത്തിൽ നിന്ന് സുരേഷ് സൂര്യ വ്ളോഗ്സ്. താങ്ക് യു. കണ്ടോ ഗൈസ്, ഇത് കണ്ടോ ഈ പുക പോലെ ഉണ്ടോ ഫുള്ളായിട്ട്? ഇത് ഗുജറാത്തിലെ പൊല്യൂഷൻ ചില ഫാക്ടറീസത്തെ പുകയാണ് മൊത്തം. ഇതാണ് ഇവിടുത്തെ ഫ്ലാറ്റിന്റെ ഏരിയ എന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഫ്ലാറ്റുകളാണ്. നമുക്ക് ഈ റൈറ്റ് സൈഡ് മൊത്തം ഒരേപോലത്തെ. ഇപ്പൊ അവിടെ വേറെ പണി നടക്കുന്നുണ്ട് അറ്റത്തായിട്ട്. അവിടെ അറ്റത്തെ ഭാഗത്തായിട്ട് പണിയുടെ കാണാണ് ഇവിടുത്തെ സൂറത്ത് എയർപോർട്ട് കേട്ടോ. ഗുജറാത്ത് സൂറത്ത് എയർപോർട്ടാണിത്. നമുക്ക് അവിടേക്ക് അധികം കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് നമുക്ക് ആ മതിലത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി.
കോസ്റ്റ് കാണാണ്ടോ പൊട്ടേഷൻ ഏരിയ അങ്ങനത്. പിന്നെ ഇവിടെ എന്തോ ചെറിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റിൻ്റെ ഉണ്ടോ. അവിടെ അപ്പർ സൈഡ് പുതിയ ഫ്ലാറ്റുകൾ അതേപോലെ തന്നെ പണിയുണ്ട്. കുറച്ചൊരു ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ പിന്നെ അതേപോലെ നമ്മുടെ സൂര്യൻ ഉണ്ടോ. സമയം ഇപ്പൊ നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് 6:45 ഇപ്പോഴും സൂര്യൻ നമ്മുടെ നാട്ടിലൊരു 5:30 എന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇതുവരെ അടിയിലേക്ക് ഒരു പൊടി അനങ്ങില്ല എന്നുള്ള സെറ്റപ്പിലാണ് ആള് നിൽക്കുന്നത്. ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് കാണാം. ഇത് കണ്ടോ ഇവിടുത്തെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ഒരു മോള് പോലത്തെ സംഭവമാണത്. കണ്ടോ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ പോപ്പ് സ്റ്റുഡിയോ. ഇത് ഡ്രസ്സിന്റെയും ഒരു മോളാണ്. മോളാണ് കേട്ടോ. അടിപൊളി മോള്. ഇതെല്ലാം ഈ ബിൽഡിങ്ങും പിന്നെ ഈ ബിൽഡിങ്ങും എല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ദുബായ് റൈറ്റാണ്. അതേ എടുക്കണ്ട് അമ്മ എടുക്കണ്ട്. നമ്മുടെ റൂമിന്റെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് വരുന്നത് എയർപോർട്ടും നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ റൂം. ആ ഏരിയയിലാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മള് എടുത്തേക്കുന്ന റൂമിലേക്ക് നമ്മൾ പോയോണ്ടിരിക്കാണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഇവിടെ എവിടേക്ക് ബീച്ച് ഉണ്ടെന്നാണ് അവര് പറയുന്നത്. നല്ല ഇവിടെ നൈറ്റ് ഒക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് സൺസെറ്റ് കാണണമെന്ന് അറിയില്ല. സൺസെറ്റ് ഒക്കെ കാണാം. നമുക്കിനി അവരുടെ അടുത്തേക്ക് പോവാം. ഇതിന്റെ ഉള്ളിലൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെന്നാണ് പറയണേ. സ്വിമ്മിങ് പൂൾ ഉണ്ട് അതിന്റെ ഉള്ളിലാണ് എല്ലാം. അവിടെ ഇതാണ് നമ്മുടെ റൂം. ഇങ്ങനെ വരുമ്പോ ഒരു ഹോളുണ്ട്. ഹോള്, ഒരു കിച്ചൺ. നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാ ഇങ്ങനെ പോയി ഒരു റൂമുണ്ട്. റൂമ് ഇവിടെ നേരെ നമ്മളൊരു ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാ നമ്മൾ വന്ന സ്ഥലം ഇത് കൂടെ വന്നേ. ഇങ്ങനെ പോയി കഴിയുമ്പോ ഇവിടെ റൂമുണ്ട്. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ റൂം. ഇനി നമുക്ക് പുറത്തെ വിശേഷമായിട്ട് വരാം. പാസ്വേഡ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഇപ്പൊ സമയം 7:30. ഇപ്പോഴും നോക്കി നമ്മുടെ നാട്ടിലൊരു 6:30 ഫീലല്ല. പിന്നെ നല്ല കാറ്റാട്ടോ. അടിപൊളി കാറ്റ്. അടിപൊളി കാറ്റ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ. അടുത്ത് ഇങ്ങനെ അടിപൊളി ഫ്ലാറ്റ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കേട്ടോ. നമ്മളെ ചെയ്യുന്നത് അടുത്തുണ്ടോ അപ്പുറത്ത്. ഇത് രണ്ടും സെയിം ഒരു ടീമിന്റെ ആണ്. ഈ രണ്ടും നമ്മൾ താമസിക്കുന്നതും ആ കാണുന്നതും കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ചൂടൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രീതിക്ക് കാറ്റ് കാണുന്നതുകൊണ്ട് വലിയ സീനില്ല പറയാം. അപ്പൊ അത് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി ഇവിടെ ആയി വെച്ചിട്ടുണ്ട് കുക്കറിൽ. അടുത്തത് ചിക്കൻ ഫ്രൈ വറുത്തോണ്ടിരിക്കാണ്. ഇന്നൊരു അടിപൊളി നമ്മുടെ ഡിഷാണ് മൊത്തം. എന്തായാലും ബാക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിന്ന് രാത്രിയിലത്തെ ഫുഡ് നമ്മള് ചോറ് ചിക്കൻ കറി. നമ്മളിവിടെ വന്നാലും ചിക്കൻ കറി വെക്കും അല്ലമ്മേ. വന്നപ്പോ രാത്രിത്തെ ഫുഡ് ചോറും ചിക്കൻ കറി. ബാക്കി നമുക്ക് കാണാം. സവോള അരിഞ്ഞോണ്ടിരിക്കാണ്. ഇനി അടുത്ത് തക്കാളി ചാലാക്കണം. കുറച്ച് ചെറിയ പണികള് ഇതുകൊണ്ട് കഴിഞ്ഞൊന്ന് സെറ്റായി. നേരെ കുക്കറിനോട് അടിക്കുക, ഫുഡ് അടിക്കുക. ഓക്കെ ഗൈസ്, ബൈ. ഫുഡ് ചിക്കൻ ഫ്രൈ, മീൻ കറി. നമ്മുടെയൊക്കെ ഫുഡ് കഴിക്കാൻ വെച്ചാൽ
കുട്ടൻ നമ്മള് ഫുഡ് ഉണ്ടാക്കണ അറിയില്ല എല്ലാവരും അതില് ചോറ് ബാക്കി പിന്നെ കാണാം. അപ്പൊ ഗൈസ് നമ്മള് ഒരു ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക്. അപ്പൊ ഗൈസ് നമ്മള് ജസ്റ്റ് ഒരു നൈറ്റ് വാക്കിനായിട്ട് ഇറങ്ങിക്കാണ്. ജസ്റ്റ് അപ്പൊ ഗൈസ് നമ്മളിവിടെ ജസ്റ്റ് നടക്കാനായി ഇറങ്ങിയത് ഇവിടെ ഒരു ഏരിയയില് നമ്മൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു. ഭർത്താവിൻ്റെ ഭയങ്കര രസമുള്ളൊരു ഏരിയ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഡേ 5 ഇത്രേ ഉള്ളൂ. ഇനി ഡേ 6 ആയിട്ട് നമുക്ക് നാളെ കാണാം. നാളെ കുറച്ച് വീഡിയോസ് ഉണ്ടാവുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാം. നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.